ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അയ്യപ്പേട്ടൻ ബാറിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, അയ്യപ്പേട്ട കാശൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നീച്ച് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടൻ പറയാണ്, എടാ ഞാനിവിടെ ഇന്നും വന്ന് കുടിക്കാറുള്ളതല്ലേ, ഇന്ന് എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ലേ, ഒന്ന് കടം താടാ, 1.5 പെഗ് കടം താടാന്ന് പറയുമ്പോൾ അതിനൊന്നും പറ്റത്തില്ല, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയാണ്. ഇതെല്ലാം അപ്പുറത്തിരിക്കുന്ന ബോബിയും അവൻ്റെ കൂട്ടുകാരൻ അഭിലാഷൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് അഭിലാഷ് എണീറ്റ് വരികയാണ്. എന്നിട്ട് ആ പയ്യനോട് പറയുന്നുണ്ട്, എടാ അയ്യപ്പേട്ടൻ നമ്മുടെ ആളാ, അയ്യപ്പേട്ടൻ എത്രയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ഇന്ന് മുതൽ അയ്യപ്പേട്ടൻ്റെ എല്ലാ പെഗിൻ്റെയും കണക്ക് എൻ്റെ പറ്റിൽ എഴുതിയാൽ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് അഭിലാഷ് വന്നിട്ട് അയ്യപ്പേട്ടൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അയ്യപ്പേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു, ഞാനൊരു കാര്യം പറയട്ടെ അയ്യപ്പേട്ടൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടൻ പറയും, ഈ ലോകത്തുള്ളവർ ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ, പക്ഷേ ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, എൻ്റെ മോള് പോലും കേൾക്കുന്നില്ല എന്ന് പറയുകയാണ്. പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. വിക്രം കയറി വരുമ്പോൾ തന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വേദ ഹാളിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് നന്ദിനി അങ്ങോട്ട് എന്താടാ വിക്രം എന്ന് ചോദിച്ചിട്ട് വരികയാണ്. അമ്മ എവിടെ പോയി നന്ദിനി എടുത്തിയെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അമ്മ കുടുംബശ്രീയിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ അമ്മ ഇപ്പം അങ്ങോട്ടൊന്നും പോവാറില്ലല്ലോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതിന് അമ്മ പോകണില്ല എന്ന് പറഞ്ഞു തന്നെയാണ്, പക്ഷേ അമ്മയെ നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ ഇവിടെ പുതിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയാണോ തീരുമാനിക്കണമെന്ന് വേദയെ നോക്കിയിട്ട് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ വേദ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ കുടുംബശ്രീയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ചെറിയ കാര്യമാണ്, അതൊരു നല്ല കാര്യമല്ലേ, ഈ വീട്ടിലിരിക്കുന്ന ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഗവൺമെൻറ് നല്ലൊരു പരിപാടി കൊണ്ടുവന്നതല്ല, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അത് നല്ലൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, അനി അമ്മയെ അവൾ തൊഴിലുറപ്പിനും കൂടി പറഞ്ഞയക്കായിരിക്കും എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് അമ്മയെ പറഞ്ഞയക്കേണ്ട എടുത്തേ, നമുക്ക് 3 ആൾക്കും കൂടി അങ്ങ് പോവാം എന്ന് പറയുകയാണ്. എന്തായാലും ഇവിടുത്തെ ആണുങ്ങൾക്കൊന്നും തൊഴിലില്ലാതിരിക്കുകയല്ലേ, അപ്പം നമുക്ക് സ്ത്രീകൾക്ക് അങ്ങ് തൊഴിലുറപ്പിന് പോവാം എന്ന് പറയുകയാണ്. മിണ്ടാതിരിക്കടി അവിടെ, ഇവിടുത്തെ കാര്യങ്ങൾ നീയല്ല തീരുമാനിക്കണം, ഞങ്ങളാ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാലും ഞങ്ങളിവിടെ കുടുംബശ്രീയുടെ കാര്യങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഇടപെടാൻ നിങ്ങൾ വരണ്ടെന്ന് പറയാണ്. പിന്നീട് വിക്രം ചോദിക്കുന്നുണ്ട്, എടുത്ത് ഞാൻ വിശന്നിട്ടാണ് വരുന്നത്, ചോറ് ഇരിപ്പില്ല എടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അയ്യോ ചോറെല്ലാം കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യുക, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിത്തരാം, മുരിങ്ങക്ക കറി ഇരിക്കുന്നുണ്ട്, അത് രണ്ടും കൂട്ടി നീ കഴിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നാൽ ശരി എടുത്തിന്ന് പറയുന്നുണ്ട് വിക്രം. നന്ദിനി അങ്ങനെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രമും വേദയും ഹാളിലിരിക്കുകയാണ്, അപ്പുറത്തും ഇപ്പുറത്തായി കസേരയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത മട്ടിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദ വിക്രമിനെ നോക്കുമ്പോൾ വിക്രമ കണ്ണങ്ങോട്ട് മാറ്റും, വിക്രം തിരിച്ചങ്ങോട്ട് നോക്കുമ്പോൾ വേദയും മാറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ വിക്രം ചോദിക്കുക, എന്താടി വേദാളമേ നീ ഇങ്ങനെ തുറച്ച് നോക്കുന്നേന്ന്, നിങ്ങളെന്തിനാ എന്നെയും നോക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. നീ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നത്, വെട്ടി വിഴുങ്ങി കാണുമല്ലോ, മനുഷ്യനോട് വിശന്നിട്ട് ഇരിക്കുന്നത് വേദ പറയുന്നുണ്ട്. അങ്ങനെ വെട്ടി വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നതുകൊണ്ടല്ലേ ഞാൻ കഴിച്ചത്, പക്ഷെ ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല എന്ന് വേദ പറയാണ്. പിന്നീട് നന്ദിനി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വരികയാണ്. അത് നന്ദിനിയുടെ ഫ്രണ്ടായിരിക്കും. അപ്പോൾ നന്ദിനി ചപ്പാത്തി അടുപ്പത്ത് വെച്ചിട്ട് അത് എടുക്കാതെ അങ്ങ് പുറത്തേക്ക് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വിക്രം വിളിച്ച് ചോദിക്കുന്നുണ്ട്, എടുത്തി ചപ്പാത്തി ആയോ എന്നിങ്ങനെ 2-3 വട്ടം വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ നന്ദിനി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ 3 നേരം നിങ്ങൾക്ക് ഇങ്ങനെ നാണോ മാനോ ഒന്നുമില്ലേ, 3 നേരം വന്ന് വെട്ടി വിഴുങ്ങാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് കേട്ടോ. നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, അങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്തിട്ട് തന്നെയാണ് വിഴുങ്ങുന്നത്, അച്ഛൻ വാങ്ങിക്കാത്തതിന് ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛൻ അത് കാശ് മേടിക്കാത്തത് അതിന് ചോരയുടെ മണമുണ്ടെന്ന് പറഞ്ഞിട്ടാ, അച്ഛനത് ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ, പണ്ട് നിങ്ങൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, 2 പേരും നല്ല കൂട്ടായിരുന്നു, നല്ല സ്നേഹമായിരുന്നാണല്ലോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, നീ ഇവിടുത്തെ ഒരു ഗസ്റ്റ് മാത്രമാണ്, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ വേദ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ സാധാരണ ഗസ്റ്റിനെയെല്ലാം താലി കെട്ടിക്കൊണ്ടാണോ ഇങ്ങോട്ട് വരുന്നത്, ഞാൻ നിങ്ങൾ താലി കെട്ടിയത് കാരണം ഇങ്ങോട്ട് വന്നേ എന്ന് പറയുകയാണ്.
പിന്നീട് ഇത് നോക്ക് നോക്ക് എന്ന് പറഞ്ഞ് വേദ കഴുത്തിൽ കിടക്കുന്ന താലി എടുത്തിങ്ങനെ വിക്രം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് നീട്ടി കൊടുക്കുകയാണ്. ഇത് നോക്ക് നോക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിക്രം തല തിരിച്ചിട്ട് പറയുകയാണ്, ഞാൻ എന്തിനാ നോക്കുന്നത്, നീ തന്നെ അങ്ങ് നോക്കിയാൽ മതിയെന്ന് പറയും. പിന്നീട് വിക്രം വിളിച്ചൊന്നുകൂടെ ചോദിക്കുന്നു, അതിനടുത്ത് ചപ്പാത്തി ആയോ എന്ന് ചോദിക്കുമ്പോൾ, ആ വിക്രം നീ ആ തട്ടിലിരിക്കുന്നുണ്ട്, അതെടുത്തങ്ങ് കഴിച്ചോ എന്ന് പറയുമ്പോൾ വിക്രം അകത്തേക്ക് പോവുകയാണ്. പക്ഷേ എന്തൊരു മണം വരുന്നത് പോലെ തോന്നി. വേദയും അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി കരിഞ്ഞ് പുറ്റായിട്ടുണ്ടാവും. അപ്പോൾ വേദ വേഗം പറയുന്നുണ്ട് വിക്രമിനോട്, അത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുമെന്ന് പറയാണ്. പക്ഷേ വേദ തന്നെ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രം ദേഷ്യത്തോടെ നോക്കി നിൽക്കുക കേട്ടോ വേദയെ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ വേറെ ചപ്പാത്തി ഉണ്ടാക്കണോ? വേണ്ട, നീ തന്നെ അങ്ങ് കഴിച്ചോ, നീയല്ലേ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്, നീ തന്നെ അങ്ങ് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു മണം മണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മണം പിടിക്കുക കേട്ടോ. അതെ ചേച്ചി ചുട്ട് വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അത് പാകമായി എന്ന് അറിയിച്ചതാ. ഇനി ചേച്ചി കുറച്ച് മുരിങ്ങക്കാ കറിയും കൂട്ടി അതങ്ങ് കഴിച്ചോ എന്ന് പറഞ്ഞ് വേദ അപ്പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് രാധയുടെ അച്ഛൻ കുടിച്ചിട്ട് വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാധയുടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ അച്ഛനോട് ചോദിക്കുകയാണോ, നിങ്ങൾ ഇത്ര നേരത്തെ തന്നെ കുടിച്ച് ഫിറ്റായോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ സന്തോഷം കൊണ്ട് അടി കുടിച്ചത്, ഇന്ന് ഞാൻ സങ്കടത്തിലല്ലേ കുടിക്കാറ്, ഇന്ന് കുറച്ച് സന്തോഷം കൂടിയപ്പോൾ കുറച്ച് അധികം കുടിച്ചു പോയതാ. എൻ്റെ മകളെക്കുറിച്ചല്ലേ എനിക്ക് ആദ്യം മുഴുവനുള്ളത്, ഇപ്പം അതിനൊരു സമാധാനമായിടി എന്ന് പറയുമ്പോൾ, എന്താ മനുഷ്യ നിങ്ങളീ പറയുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രാധ വരുന്നുണ്ട്. രാധ അച്ഛൻ വീഴാൻ പോകുമ്പോൾ പിടിച്ചിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്. അമ്മയൊന്ന് പിടിക്കുമെന്ന് പറയുമ്പോൾ, നീ ആ മനുഷ്യൻ്റെ തലയിലൂടെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കടി എന്ന് പറയുകയാണ് അമ്മ. അപ്പോൾ അച്ഛൻ രാധയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ നാളെ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ട്, നീ വിചാരിക്കാത്തൊരു സർപ്രൈസാണ്. അപ്പോൾ നാളെയാണ് കേട്ടോ അത് തരുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് വീഴുകയാണ്. രാധ അത് കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് വിശ്വത്തിനെയും ശ്രീജയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രീജ പലഹാരം എടുത്തിട്ട് വരികയാണ് വിശ്വത്തിന് കഴിക്കാനായിട്ട്. അപ്പോൾ അത് വേണ്ടാന്ന് പറയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ വിശ്വട്ട, ഞാൻ രാവിലെ പറഞ്ഞ കാര്യം കൊണ്ടാണോ കഴിക്കാതിരിക്കുന്നത്, എന്താ വിശ്വത്തിന് സങ്കടമായോ എന്ന് ചോദിക്കുകയാണ്. വിഷം പറയുന്നുണ്ട്, എന്തിനാ സങ്കടപ്പെടുന്നത്, നീ നല്ല കാര്യമല്ലേ പറഞ്ഞത്, ഞാൻ ജോലിക്ക് പോകാഞ്ഞിട്ടാണോ ശ്രീജെ, അതെന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ, ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്തിക്കണു, പക്ഷെ എല്ലാ ജോലികൾ കഴിഞ്ഞിട്ട് വരുമ്പോഴും നീ പറയും അതിന് പോണ്ട ഏട്ടാന്ന്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അത് നിങ്ങളിങ്ങനെ ഓരോ പണികൾ കഴിഞ്ഞ് വന്നിട്ട് മേലുവേദനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ അതിന് പോകണ്ടെന്ന് പറഞ്ഞത്, നല്ല ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് പോക്കൂടെ, കുറേ ജോലികളൊക്കെ നിങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീജ. പിറ്റേന്ന് രാവിലെ രാധ ഓട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, മോളെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്കിന്നൊരു സർപ്രൈസ് അച്ഛൻ തരുന്നുള്ളത്, അതിപ്പോൾ വരും മോളെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് പോകാമെന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ മനുഷ്യ ഈ നേരം വെളുക്കുമ്പോൾ തന്നെ പറയുന്നത്, അവൾ ഓട്ടോ ഓടിച്ച് കൊണ്ടുവരുന്ന കാശ് കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, അത് നിങ്ങൾ മറക്കണ്ട, ആ കുട്ടി പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ രാധ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഒന്ന് നിൽക്കും മോളെ എന്ന് പറയുന്നുണ്ട് വീണ്ടും അയ്യപ്പേട്ടൻ. അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള വേവലാതി നിനക്കറിയത്തില്ല, കെട്ടിക്കാൻ പ്രായമായ മക്കളുള്ള അച്ഛന്മാരുടെ വിഷമം നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ബാറിൽ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ അഭിലാഷ് നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് ഗുണ്ടകളും കൂടി വന്നിട്ട് അവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറയും, ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫാമിലിയും കൂടി ഞാൻ നോക്കും എന്ന് പറയുകയാണ്. ഞാൻ ആ കുട്ടീനോട് ഇത് പക്ഷേ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് നിങ്ങളോടാ പറയുന്നത്, ആ കുട്ടിയുടെ അമ്മയും അച്ഛനും അയ്യപ്പേട്ടനും ഭാര്യയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ നല്ല നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അയ്യപ്പേട്ടന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മകളെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെന്നുള്ളത്. അപ്പോൾ രാധയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, വിക്രം അവളുടെ പിറകിൽ നടന്നിരുന്നതും എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അപ്പോൾ അയ്യപ്പേട്ടനും പറയുന്നുണ്ട്, അവൻ എൻ്റെ മോളെ ചതിച്ചു എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയാണോ, എങ്കിൽ നമുക്ക് അവനിക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് രാധയുടെ അമ്മ വിക്രമിനെ അഭിലാഷിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നേരെ തിരിഞ്ഞ് സംസാരിക്കണ്ട, എന്നാ മോളെ അവർ വരട്ടെ, അവർ വന്ന് കണ്ടിട്ട് പോവാം നിനക്കെന്ന് പറയാണ്.
അപ്പോഴേക്കും അഭിലാഷം കൂട്ടിട്ട് അങ്ങോട്ട് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് രാധ കാണുന്നുണ്ട് കേട്ടോ. രാധ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക കേട്ടോ. ഇവരെ വഴിയിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് രാധ മുൻപ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊമോയിലാട്ടോ നിർത്തിയിരിക്കുന്നത്.